ചൂടുകാലം ചിക്കൻ പോക്സിന്റെ ഇഷ്ടകാലമാണ്. ചിക്കൻ പോക്സ് വാരിസെല്ല സോസ്റ്റർ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വളരെ എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമാണ്. രോഗബാധിതന്റെ ചുമ, തുമ്മൽ, സംസാരിക്കൽ എന്നിവയിലൂടെയോ ശരീരത്തിലുണ്ടാകുന്ന കുമിളകളിലെ ദ്രാവകവുമായി സമ്പർക്കം വന്നാലോ രോഗം പകരാം. ചിക്കൻ പോക്സ് വന്നാൽ ശരീരത്തിലെ പ്രത്യേക സ്ഥലം എന്നൊന്നുമില്ല. ശരീരമൊട്ടാകെ എന്തിന് തൊണ്ടയിലുൾപ്പെടെ ചെറു കുമിളകൾ രൂപപ്പെടും. ആദ്യം ചെറിയ ചുവന്ന പുള്ളികളായി തുടങ്ങുന്ന ഇവ പിന്നീട് ദ്രാവകം നിറഞ്ഞ കുമിളകളായി മാറുന്നു. ഇതോടൊപ്പം കടുത്ത ചൊറിച്ചിൽ, തലവേദന, ശരീരവേദന, ക്ഷീണം എന്നിവയും അനുഭവപ്പെടാം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുമിളകൾ പൊട്ടി ഉണങ്ങുകയും ചെയ്യും. ഈ രോഗാവസ്ഥയിൽ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നത് ചൊറിച്ചിൽ തന്നെയാണ്. കുമിളകൾ പൊട്ടിക്കുകയോ ചൊറിയുകയോ ചെയ്താൽ മുറിവുകൾ ഉണ്ടാകുവാനും പിന്നീട് പാടുകൾ ശേഷിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുമിളകൾ ചൊറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചൊറിച്ചിൽ വരുമ്പോൾ വേപ്പില കൊണ്ട് ദേഹം തൂത്താൽ നല്ല ആശ്വാസം കിട്ടും. പഴയ കാലങ്ങളിൽ ചിക്കൻ പോക്സ് സമയത്ത് ആര്യവേപ്പില വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഇതിലുള്ള അസാഡിറക്റ്റിൻ എന്ന ടെർപിനോയിഡ് സംയുക്തം രോഗാണുക്കളെയും കീടങ്ങളെയും തടയാൻ സഹായിക്കുന്നതാണ്. കൂടാതെ ഇത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുവെന്നാണ് പറയാറ്. രോഗം മാറാൻ സാധാരണയായി 2 ആഴ്ചയോളം എടുക്കും. രോഗം വന്നാൽ വിശ്രമവും ആവശ്യത്തിന് വെള്ളം കുടിക്കേണ്ടതും പ്രധാനമാണ്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വേണം. പണ്ട് ഉപ്പിനു പകരം ഇന്ദുപ്പായിരുന്നു കഴിക്കുന്നത്. പക്ഷേ ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് വലിയ ദോഷമൊന്നുമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്. എങ്കിലും ഉപ്പും എരിവുമൊക്കെ ഈ സമയത്ത് കുറയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. ശരിയായ പരിചരണത്തിലൂടെ ചിക്കൻ പോക്സ് ഗുരുതര പ്രശ്നങ്ങളില്ലാതെ മാറുന്ന ഒരു രോഗമാണ്. ചിക്കൻ പോക്സ് ഒരിക്കൽ വന്നാൽ പിന്നെ സാധാരണയായി വീണ്ടും വരാത്തത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം മൂലമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറിയ തീവ്രവാദികളാണ് ഈ വൈറസുകൾ എന്ന് കരുതുക. ഈ തീവ്രവാദികൾ എല്ലാ അടവുകളും പഠിച്ചു വന്നവരാണ്. തീവ്രവാദികൾക്കെതിരെ നമ്മുടെ രാജ്യം പ്രത്യേകം പരിശീലിപ്പിച്ച സൈന്യത്തെ ഇറക്കുന്നതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങൾ പ്രത്യേക ആന്റിബോഡികളെ ഇറക്കും. ഈ തീവ്രവാദികളെ ഇപ്പോൾ തുരത്തിയാലും വീണ്ടും വരുമോ എന്ന് ഉറപ്പില്ലാതെ സൈന്യത്തെ പിരിച്ചുവിടാൻ സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ വൈറസ് ഇപ്പോൾ പോയാലും ഏത് സമയവും വീണ്ടും ഒരു ആക്രമണം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലും ഒരു സൈന്യമുണ്ട്. അതായത് ആന്റിബോഡികളും വന്നത് അതേ വൈറസ് തന്നെയാണോ എന്ന് കണ്ടുപിടിക്കുന്ന ഈ വൈറസിനെ ഓർത്തുവെക്കുന്ന മെമ്മറി കോശങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. പിന്നീട് അതേ വൈറസ് വീണ്ടും ശരീരത്തിലേക്ക് കയറാൻ ശ്രമിച്ചാൽ ഈ മെമ്മറി കോശങ്ങൾ അതിനെ ഉടൻ തിരിച്ചറിഞ്ഞ് നശിപ്പിക്കും. അതുകൊണ്ടാണ് സാധാരണയായി ചിക്കൻ പോക്സ് 2ാം തവണ വരാത്തത്. എന്നാൽ വൈറസ് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താകുന്നില്ല എന്നതാണ് ഒരു പ്രത്യേകത. രോഗം മാറിയ ശേഷം ഈ വൈറസ് നാഡീകോശങ്ങളിൽ ഒളിച്ചിരിക്കുകയും പിന്നീട് പ്രത്യേകിച്ച് പ്രതിരോധശേഷി കുറയുമ്പോൾ ഈ വൈറസ് വീണ്ടും സജീവമായി ഷിംഗിൾസ് എന്ന രോഗമായി പ്രകടമാകാം. ഇത് ചിക്കൻ പോക്സിനേക്കാൾ വ്യത്യസ്തമായ രീതിയിലാണ് കാണപ്പെടുന്നത്. ശരീരത്തിലെ പാടുകൾ ഓർത്ത് പേടിക്കേണ്ട കേട്ടോ. അത് കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അപ്രത്യക്ഷമാകും. രക്തചന്ദനം തേക്കുന്നത് പാടുകൾ പോകാൻ നല്ലതാണ്. ലാക്ടോകലാമിൻ ലോഷൻ ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പാടുകൾ പോകാൻ സഹായിക്കും. ഇന്നത്തെ കാലത്ത് ചിക്കൻ പോക്സിന് വാക്സിൻ ലഭ്യമാണ്. ഇത് രോഗം വരുന്നത് തടയാനോ അതിന്റെ തീവ്രത കുറയ്ക്കാനോ സഹായിക്കുന്നു. എന്നുവെച്ച് വാക്സിൻ എടുത്താൽ രോഗം വരില്ല എന്ന് തീർത്തു പറയാൻ പറ്റില്ല. പക്ഷേ ചിക്കൻ പോക്സ് വന്നാൽ അതിന്റെ തീവ്രത കുറഞ്ഞിരിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട് കേട്ടോ.